ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ വീണ്ടും ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. ആ പ്രൊമോയിൽ എന്താണെന്ന് കാണിക്കാൻ വെച്ചാൽ ഒരു ഗെയിം നമ്മുടെ സീസൺ 5 ഉണ്ടായ സെയിം ഒരു പാറ്റേണുള്ള ഗെയിം തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ഒരു 4-5 റൗണ്ട് സർക്കിൾ വരക്കും. അതിനകത്ത് ഓരോ പേരിടുന്നു, ഒരു ബസ് സ്റ്റോപ്പിലെ പേരാണ്. അപ്പോൾ എന്താണ് എല്ലാവരും ഉണ്ടാവും, ക്യാപ്റ്റൻ വെച്ച് ബാക്കി എല്ലാവരും കളിക്കുക. അവിടെ ഒരു ബസ്സിലടിക്കും. അപ്പോൾ ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ പോയി എല്ലാവരും കൂടി റൗണ്ട് സർക്കിളിനകത്ത് ഇരിക്കണം. അപ്പോൾ അത്ര 12 പേര് ഒരുമിച്ച് ആ വലിയ സർക്കിൾ, ഒരു മീഡിയം സർക്കിളാണ്. അതിനകത്ത് ഇരിക്കുമ്പോൾ തള്ളിയും ഉന്തിയൊക്കെ ഇരിക്കണം, പുറത്ത് പോയാൽ ഔട്ടാണ്. ഈ സെയിം ടാസ്ക് തന്നെ നമ്മുടെ അഖിൽമാരാറ് സീസണുണ്ടായി. പക്ഷേ അഖിൽമാരാറ് തന്നെയാണ് അത് ജയിച്ചത്. അതിൽ ജയിച്ചപ്പോൾ ബർഗർ കിട്ടിയിട്ടുണ്ടായിരുന്നു അഖിൽമാരാറ് തന്നെ ജയിച്ച്. കുറേ ഉന്തും തള്ളൊക്കെ ഇട്ട് ആൾ തന്നെ ജയിച്ച്. ഒരു ബർഗറായിരുന്നു സമ്മാനമായിട്ട് കൊടുത്തത്. എന്നിട്ട് എല്ലാവരും വെച്ച് ബർഗറൊക്കെ കഴിക്കണ്ടായിരുന്നു, അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ സെയിം ടാസ്ക് തന്നെയാണ് ഇതിൽ. പക്ഷേ ഇതിൽ കുറച്ച് ഉന്തും തള്ളൊക്കെ കാണിക്കുന്നുണ്ട്. എന്താവുന്നെന്തോ. ഒന്നാമത്തെ കാര്യം അറിയാലോ, ഇവിടെ ഒരു എത്ര വലിയ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് വന്നാൽ ഇവർ പേഴ്സണൽ അതിലെടുത്തിട്ട് ഇവർ അത് മനഃപൂർവ്വം തല്ലുടിക്കാനും അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ കൂടുതൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഫൺ ടാസ്ക്കാണ്. എത്ര ഫൺ ടാസ്ക് കുറവ് കൊടുത്തിട്ടാണ് ഇവർ തല്ലുപിടിച്ച് ഇടിയും ഏറ്റവും വലിയ തല്ലുപിടുത്തമാരെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ് സീസൺ 6 പ്ലേയേഴ്സ്. അപ്പോൾ ഇതൊരു ഫൺ ടാസ്ക് കൊടുക്കുമ്പോൾ ഇത് കുറച്ച് തള്ളണം എന്ന് പറഞ്ഞാൽ ജിൻഡോ ചേട്ടാ തള്ളലെന്നൊക്കെ കുറച്ച് നന്ദനാണെന്ന് പറയുന്നുണ്ട്. തള്ളുന്തൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാം. ജിൻഡോണ് ആളിരിക്കണം, അയാൾക്ക് തന്നെ എത്ര സ്ഥലം വേണം. ജിൻഡോൻ്റെ തള്ളു കൊണ്ടെല്ലാം വീഴും. അപ്പം മിക്കവാറും ഒരു ഫൈറ്റിനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഫണ്ണാക്കി എടുത്താൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഫണ്ണല്ലെങ്കിൽ സീരിയസ് ആണെങ്കിൽ എല്ലാവരും ഒരു ഫൈറ്റ്, ഒരു 1.5 ഫൈറ്റ് ലോഡിങ് ആണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഫണ്ണായിട്ട് എടുക്കാൻ ഒരു ഗെയിം പറ്റില്ല. ഇന്ന് ഞായറാഴ്ച നമ്മൾ ആദ്യത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവർ ഡേ 1 മുതലുള്ള ദേഷ്യം മനസ്സിൽ വെച്ചെടുക്കുകയാണ്. ഏതിലൊരു അവസരം കിട്ടിയാൽ, ടാസ്ക് കിട്ടിയാൽ അത് ഉപയോഗിക്കാണ് നോക്കിയെടുക്കണമെന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവർ കൂടുതലും ഒരു ഗെയിമായിട്ട് കാണാണ്ട് അവർ പേഴ്സണലി അറ്റാക്ക് ചെയ്യാനുള്ളൊരു സ്പേസായിട്ട് പലരും കാണുക. അപ്പോൾ ഇത് നല്ലൊരു ടാസ്ക്കാണ്, ഫൺ ടാസ്ക്കായിട്ട് കൊണ്ടുപോകും. എല്ലാവരും കൂടി ഒന്ന് കമ്പൈനായിട്ട് ഒരു ബോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. എൻ്റെ ഒരു അഭിപ്രായം. നന്നായിട്ട് പോയാൽ നല്ലൊരു ആൾക്കാരും നല്ലൊരു പോസിറ്റീവ് കമൻറ്റ് കിട്ടും. എന്നാൽ നെഗറ്റീവ് കമൻറ്റാണ് ഈ സീസണെ കുറിച്ച്. അപ്പോൾ ഒരു പോസിറ്റീവ് കമൻറ്റ് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് കൊണ്ടുപോയി ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ